യെസ്, കൽപ്പറ്റയിലെ ജനസഭ തുടരുന്നു. വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോവാണ്. ചോദിക്കൂ ചേട്ടാ, പെട്ടെന്ന് ചോദിക്കൂ. എനിക്ക് BJPന്റെ പ്രതിനിധിയോട് പറയാം. ഒരു ഉഷാറ് വരട്ടെ പെട്ടെന്ന്. 60 വർഷം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം BJPന്റെ 10 വർഷം ഭരിച്ചു. അതിനുശേഷം മൻമോഹൻ സിംഗ് ഭരിച്ചു. അവിടെ ഒക്കെ ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള ഒരു വിവേചനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന്, അതുപോലെ തന്നെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനായി, ഈ ലെവലിലാണ് നമുക്ക് ഈ നാട്ടിൽ പോകുന്നത്, ഇന്ത്യയിൽ പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി നിങ്ങൾ പറയണം. കാരണം ഞങ്ങൾ ഒരു വിവേചനം ഇല്ലാതെ ഞങ്ങൾ ഒരു മതേതര കക്ഷിയായിട്ട് ഒരു മതേതര ഒരു സുതാര്യമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നത്. ഈ മോദി സർക്കാർ 10 വർഷം ഭരിച്ചതിന് ശേഷമാണ് നമുക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള ഒരു വിവേചനം ഇവിടെ വന്നത്. ഞാൻ നിങ്ങളോട് വേറെ ഒരു ലെവലല്ല ചോദിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം അത്. രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നില്ല എന്നല്ല. രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നുണ്ട്. അയാൾ വരുന്നില്ലെങ്കിലും അയാളെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഗാന്ധിയുടേതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പദ്ധതി പറഞ്ഞു, ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞ്. എത്ര പറഞ്ഞാൽ മതി. ഒന്ന് പറ. അതെ, ഒന്ന് പറ. അദ്ദേഹം വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താ ഒന്ന് പറയാന്ന്. അതെ, ഞാനല്ല, എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഹെൽത്ത് സെന്ററിന് എത്ര വണ്ടി കൊടുത്തു? ഹെൽത്ത് സെന്ററിന് എത്ര വണ്ടി കൊടുത്തു? അതല്ല, കുഴപ്പമില്ല. ഹെൽത്ത് സെന്ററിൽ വണ്ടി കൊടുത്തു. അടുത്തത് എത്ര ബാലവാടി ഇവിടെ കൊടുത്തു? ബാലവാടി. ശരി, ഓക്കെ, അത്രയേ ഉള്ളൂ. ഹെൽത്ത് സെന്ററിന് വണ്ടി കൊടുത്തതും ബാലവാടി തുടങ്ങിയതുമാണോ ശ്രീ വിനയൻ രാഹുൽ ഗാന്ധി ഇവിടെ നടപ്പിലാക്കിയത്? ആണോ? ഒരു മിനിറ്റ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ഗോപിനാഥ്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. ആരോപണം എന്റെ സുഹൃത്തെ, കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിവേചനം അദ്ദേഹത്തിന്റെ ഭരണരംഗത്ത് കാണിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? എന്താണ്, എന്ത് അവകാശമാണ്? മറുപടി പറയട്ടെ. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ഇവിടുത്തെ ഹിന്ദുവിന്റെ ഏത് അവകാശമാണ് നരേന്ദ്രമോദി നിഷേധിച്ചത് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? അവരുടെ സംവരണത്തിന്റെ വിഷയമായാലും ശരി, അവരുടെ മതപരമായ അവകാശത്തിന്റെ കാര്യമായാലും ശരി, അവർ ഏതെങ്കിലും വിവേചനം പറയട്ടെ, തടസ്സപ്പെടുത്തരുത് പ്ലീസ്. ഒന്ന് ഇരിക്കൂ. മതപരമായി സമയം നീണ്ടുപോകും ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ. എന്റെ ചോദ്യം, മറ്റുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് നിഷേധിക്കുന്നത്. ദയവേതൊന്നിരിക്കും. മതപരമായി എന്ത് വിവേചനമാണ് നരേന്ദ്രമോദി കാണിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ പറഞ്ഞതിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ സാധിക്കുമോ? മതപരമായ ഹലോ സുഹൃത്തുക്കളെ, അഡ്വക്കേറ്റ് ഗോപിനാഥ്, താങ്കൾ പറഞ്ഞു പോകൂ. ഇങ്ങനെ നാട്ടുകാർ ചോദിക്കും, വോട്ടർമാർ ചോദിക്കും, ഇതിനെല്ലാം മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായ നിയമമല്ല, മറിച്ച് ഇവിടെയുള്ള കയ്യേറ്റക്കാർക്കെതിരെ, അനധികൃതമായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകൾക്കെതിരെ ഈ രാജ്യത്തെ ഒരു ബാക്കി മതം പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാക്കിയൊരു നിയമമാണ്. കാരണം പാകിസ്ഥാൻ ചോദ്യം, നരേന്ദ്രമോദി ഈ നിയമത്തിന്റെ ആവശ്യകത എന്ത് എന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചപ്പോ ഇവിടുത്തെ മുസ്ലിം സമൂഹം അത് നിങ്ങളെ കബളിപ്പിക്കുകയാണെന്നാ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധാരണക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും CAA ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമമല്ല. പറയാൻ സാധിക്കുമോ? താങ്കൾ ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കുന്ന ഒരു നിയമമാണ് CAA എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസൽമാന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെങ്കിൽ ആ നിയമത്തെ ഞാൻ എതിർക്കും. യാതൊരു സംശയമില്ല. ഉണ്ടായിട്ടില്ല. അടുത്ത ചോദ്യം ഇല്ല, അതിൽ ഇനി ചോദ്യമില്ല. ചോദിക്കേ, അടുത്ത ചോദ്യം. എന്ത് പ്രശ്നം വന്നാലും മണിപ്പൂരും ഗുജറാത്തും ഒക്കെ നിങ്ങൾ കഴിയുന്നു. ശരിക്കും മണിപ്പൂരും ഗുജറാത്തിലും ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. മണിപ്പൂരും ഗുജറാത്തും വൽസാഡും വാപ്പിയും സൂറത്തും അങ്ങനെയുള്ള അവിടെയൊക്കെ ഉള്ള ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. മാധ്യമങ്ങളെ കുറിച്ച് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. പറയുന്ന കേൾക്ക്. പറഞ്ഞോ. പ്രത്യേക രാഷ്ട്രീയക്കാരനല്ല. ചേർത്ത് പിടിക്ക് ചേട്ടാ, ചേർത്ത് പിടിക്ക്. നല്ലൊരു വ്യക്തി
ആരാന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നവനാ ഞാന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തവനാ. പറയുന്നേക്ക് ഞാൻ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തവനാ. ആയതുകൊണ്ട് പറയാം, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. ആര് നല്ല വ്യക്തിയാണോ, രാജ്യത്തിന് ആര് നല്ലത് ചെയ്യുവോ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നവനെ ഞാനും എന്റെ കുടുംബവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യം പറയുന്നത്, ഈ പ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കില്ലെന്നാണ് എല്ലാരും പറയുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. പക്ഷെ ഈ പ്രാവശ്യം BJP 2 അക്കൗണ്ട് തുറക്കും. പറയുന്ന കേക്ക്. രണ്ട് സീറ്റുകൾ ഏതൊക്കെയാ? എന്നെ ചലഞ്ചാറിന് വിളിക്കണം. എന്നെ ചലഞ്ചാറിന് വിളിക്കണം. അക്കൗണ്ട് എവിടെയൊക്കെ പറയോ? ഒരക്കൗണ്ട് നേരിയ ഭൂരിപക്ഷത്തിലും, ഒന്ന് ഒരു 7000 9000 വോട്ടിലും, ഒന്ന് ഒരാൾ ജയിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ. അത് പറയാൻ പറ്റില്ല. അതിപ്പോ ഞാൻ പറയാൻ പറ്റില്ല. ശരി ശരി ശരി. അല്ല ഇത് തന്നെ വരാം. അടുത്ത ചോദ്യം. അല്ല, ഈ ചോദ്യത്തിന് മറുപടി ചോദിച്ചേ ഏതാ? ഞങ്ങളോടാണല്ലോ ചോദിച്ചേ. അതിൽ ചോദ്യമില്ലല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ചോദ്യത്തിന് മറുപടി ആരോടാ ചോദ്യം? ബിജെപിയോട്. യെസ്. തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ വയനാട്ടിലൊന്നും കാണിക്കാനില്ല. പക്ഷെ അതിന്റെ മുമ്പ് നിങ്ങൾ വലിയൊരു കുത്തിത്തീർപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അജീഷിന്റെ വീട്ടിലേക്ക് വന്യജീവി വിഷയത്തിൽ രാഹുൽ ഗാന്ധി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോൾ കർണാടകയിലുള്ള ആനയാണ് വന്ന് കുത്തിയതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കർണാടക സർക്കാരിന് KC വേണുഗോപാൽ MP ഉൾപ്പെടെ വിളിച്ച് കർണാടക ഗവൺമെന്റ് 15 ലക്ഷം രൂപ പാസാക്കി. ആ 15 ലക്ഷം രൂപ പാസാക്കിയതിനെതിരെ കർണാടകയിൽ നിങ്ങൾ ഇവിടെയുള്ള BJP-ക്കാരും അജീഷിന്റെ കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ കുടുംബത്തിന് കിട്ടിയ ധനസഹായം പോലും ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ചെന്ന് കേൾക്കുന്നുണ്ട്. പറയൂ. അജീഷിന് ലഭിച്ച ധനസഹായം പോലും ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ പോയി സമരം ചെയ്ത ആളുകളാണ് BJP-ന്റെ പ്രതിനിധികൾ. അതിന് BJP-ക്ക് എന്താണ് ഒരു BJP സഹായം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ ചേട്ടൻ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? അല്ല, ഒരു മിനിറ്റ്. കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം, വയനാട്ടിലെ തീരുമാനിച്ച പണം പറഞ്ഞ വിഷയത്തില് ഈ ഇവിടുന്ന് ബഹളം കൊണ്ട് ഈ ഗോപിയേട്ടൻ പറഞ്ഞൊരു കാര്യത്തില് അതിലൊരു വിഷയത്തില് തെറ്റിദ്ധരിക്കും. എന്താ അറിയോ, ഈ ബഹളത്തിലെ കേൾക്കൂല. BJP മതവാദം ഉയർത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞു. അത് ഈ ബഹളത്തിൽ നാട്ടുകാർ കേൾക്കൂല. എത്ര സ്വാത്വികന്മാരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ നിങ്ങൾ നിർവഹിച്ചു? അതിന് മറുപടി പറയണ്ടേ? ഈ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിര ഉദ്ഘാടന യാഗയജ്ഞം നടത്തിയിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ രാജ്യത്തിനകത്ത് ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആ മതവിഭാഗത്തിന്റെ ആചാര്യന്മാരാണ്, അതിന്റെ ആളുകളെ മത അധ്യക്ഷൻ നേതാക്കന്മാരാണ്. ആ മതത്തിന്റെ ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണോ? എങ്ങോട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് പറയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അവിടെ നടത്തുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്ത് നിയമമില്ല. എന്റെ ചോദ്യം ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 14 സമത്വം അംഗീകരിക്കുന്ന രാജ്യം, മതനിരപേക്ഷത അംഗീകരിക്കുന്ന രാജ്യമാണ്. അല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിലെ മികച്ച കീഴ്വഴക്കങ്ങളുണ്ട് ഈ രാജ്യത്തിനകത്ത്. അതെടുത്തു പറയണം. മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതവിഭാഗത്തിന്റെ നേതാവായി രാജ്യത്തിനകത്ത് മാറുകയും ആ വിഭാഗത്തിന്റെ ആളുകളായിട്ട് 2024 തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 400 സീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയെ ഒരു മതവാദമില്ല എന്ന് പറയുന്നത് തെറ്റല്ല. ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു അവസരമല്ലേ ഇപ്പോൾ എത്തിയിരിക്കുന്നത്?
ലോക്സഭാ അല്ല, തെരഞ്ഞെടുപ്പ് തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, ആ എന്റെ തെരഞ്ഞെടുപ്പിൽ ഹാരിസ് ചോദിച്ചു. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ, ഹാരിസ് ചോദിച്ചു, കീഴ്വഴക്കം എവിടെ? സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? Yes. അദ്ദേഹം ഭാരതീയ വളരെ ജനതാ കൃത്യമായി അന്നത്തെ പാർട്ടിക്കാരനായിരുന്നു. രാഷ്ട്രീയ നേതൃത്വം അതിനോട് നിലപാടും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് അതിന് അന്നത്തെ പോകരുതെന്ന് ഇന്ത്യയുടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി മനസ്സിലാക്കണം. ജവഹർലാൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അന്ന് വളരെ പട്ടേലുമായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ഇന്നത്തെ പറയുന്നത് കോൺഗ്രസ്സുകാർ മറന്നുപോകുക. അതാ കീഴ്വഴക്കം പ്രശ്നം. ആദ്യം കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കിയത് ബാബു രാജേന്ദ്ര പ്രസാദ് പ്രാണപ്രതിഷ്ഠ നടത്തിയോടുകൂടിയാണ്. എന്തുകൊണ്ടാണ് അത് നിർത്താത്തത്? എന്തുകൊണ്ട്? അത് മതവർഗീയവാദമാണോ? Yes, അത് yes. ഹിന്ദു മതവാദമാണോ? പറയട്ടെ. ബാബു രാജേന്ദ്ര പ്രസാദ് വർഗീയവാദിയാണ് പറയാനുള്ള ധൈര്യമുണ്ടോ? അവിടെ ഇരിക്ക്, പറയട്ടെ. അല്ല, വിനയന് കൂടെ പറയാനുണ്ട്. വിനയ പറയും. ഞാനിതില് മറുപടി കൊടുക്കല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ മറുപടി പറയാൻ ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ, വിനയൻ. വിനയൻ, ആ ഇവിടെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തോളം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെ കുറിച്ച് ഒരു UPA ഗവൺമെന്റ് ഒഴികെ ബാക്കിയെല്ലാം വലിയ അപകടമായിരുന്നു എന്ന രീതിയിൽ ഹാരിസ് ഇവിടെ പറഞ്ഞു വെച്ചു പോയി. 1947 ഓഗസ്റ്റ് 14 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ 36 കോടി ദരിദ്ര നാരായണന്മാരും ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഈ രാജ്യത്തെ ഇന്നിന്റെ ഇന്ത്യയായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കോൺഗ്രസിന്റെ സംഭാവനയെ ഇത്ര നിസാരവൽക്കരിച്ചും അതിനെ ഇങ്ങനെ തമസ്കരിച്ചും നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ള കാരണം ഭക്ഷ്യസുരക്ഷാ നിയമമടക്കം ധവള വിപ്ലവത്തിൽ ബഹിരാകാശ മേഖലയിൽ ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യയെ അത്ര വിശദമായി ഈ വിഷയത്തിലേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അങ്ങനെ ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ കോൺഗ്രസ് വഹിച്ച പങ്കിനെ CPM-കാരന്റെ മനസ്സിലുള്ള വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും അടക്കം രണ്ടാം UPA ഗവൺമെന്റിനെ പാതി വഴിയിൽ പിൻവലിച്ച് BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത, ഒരു ഭാഗത്ത് ഫാസിസ്റ്റ് പ്രേമം പ്രസംഗിക്കുകയും മറ്റു ഭാഗത്ത് ഫാസിസ്റ്റുകൾക്ക് അധികാരത്തിലേക്ക് എത്തേണ്ട എല്ലാ ഘട്ടങ്ങളിലും ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന CPM-ന്റെ കോൺഗ്രസ് വിരുദ്ധത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിന്റെ സംഭാവനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെല്ലാം അപ്പുറം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നാണ് എന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ 70 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാത്തതിന്റെ വിലയാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിലില്ലാത്തതിന്റെ വിലയും പ്രയാസവും പ്രശ്നങ്ങളുമാണ് ഇന്ന് നിങ്ങളും ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇന്ത്യ ആയിരുന്നുവെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഇന്ത്യ ആയിരുന്നുവെങ്കിൽ രാഷ്ട്രപതിയെ കാഴ്ചക്കാരനായി നോക്കി നിർത്തിക്കൊണ്ട് പൂജാരിമാർ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയില്ലായിരുന്നു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഇന്ത്യ ആയിരുന്നുവെങ്കിൽ അയോധ്യയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ശങ്കരാചാര്യ മഠാധിപതികൾ മാറി നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു പ്രധാനമന്ത്രി നടത്തേണ്ടതല്ല എന്ന് പറഞ്ഞിട്ടും ഒരു പ്രധാനമന്ത്രി നടത്തുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ മണിപ്പൂരിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. ആ മണിപ്പൂരിലേക്കടക്കം സ്വാന്തന സ്പർശമായി കടന്നു ചെന്ന് മണിപ്പൂരിൽ ഇത്ര സ്ഫോടനാത്മകമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് ലോകം അറിയുന്നത് അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞു വെക്കുമ്പോ ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അവർ ആ പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങിയപ്പോഴാണ്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ചേർത്ത് പിടിക്കാൻ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും ഭാഷയ്ക്കും മതത്തിനും പ്രാദേശിക ഞാൻ ഇടപെടേണ്ടി വരും പ്ലീസ്. പറഞ്ഞ കാര്യത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ലഘുചരിത്ര ഗവർണർ ഭരണത്തിന്റെ 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നതിനും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് പഞ്ചവത്സര പദ്ധതി. റഷ്യയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കടമെടുത്തുകൊണ്ടാണ് ആ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. അതിനിടയിൽ ഇന്ദിരാഗാന്ധി വരുന്ന സമയത്തുള്ള അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. 90-കളിൽ സ്വകാര്യവൽക്കരണ നയങ്ങൾ ഈ രാജ്യത്തിനകത്തേക്ക് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ രാജ്യത്തിനകത്ത്
രാജ്യത്തിനകത്ത് കൊണ്ടുവന്നതാണ് ഈ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ യൂറോപ്പിൽ പോയി മസാല ബോണ്ട് ഫലങ്ങളുടെയും കാരണം യൂറോപ്പിൽ പോയി മസാല ബോണ്ട് ഇറക്കിയ ആഗോളവൽക്കരണ നയങ്ങളാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മസാല ബോണ്ട് ഇറക്കി സാമ്രാജ്യത്വത്തിന് വിടുകയാണ് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. ഇത് ഇപ്പൊ ലോകബാങ്കിനെതിരെയും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയൊക്കെ ഈ രാജ്യത്തിനകത്ത് ഈ പറയുന്ന ആഗോളവൽക്കരണങ്ങൾ കൊണ്ടുവന്നു. വിദേശ സർവകലാശാലകൾക്കെതിരെ ഞാനിവിടെ കേട്ടു. പ്രിയപ്പെട്ട ഹാരിസ് കൂടി പറയട്ടെ. രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട ഹാരിസ്, രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ പറ്റൂ. കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം പോരടിക്കാൻ പറ്റൂ. ഈ നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന കർഷക ജനത ഇവിടെ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി എല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. ഈ നാടിന്റെ നട്ടെല്ലായിട്ടുള്ള കർഷക ജനത ഈ രാജ്യത്തിനകത്ത് ആത്മഹത്യ ചെയ്യലിലേക്ക് എത്തിയപ്പോ ഒരു രക്ഷയുമില്ലാതെ അവർ ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് ചെയ്തു. അവർ മാർച്ച് ചെയ്ത് അവരുടെ പാദങ്ങൾ പൊട്ടി ഡൽഹിയിലെത്തി. ഈ പിന്നെ ഭരണകൂടത്തിന്റെ ഭീകരത നേരിടുന്ന ഘട്ടത്തിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്ക് വണ്ടി കയറി. എന്നിട്ട് മാണ്ടാട് വന്നിട്ട് മുട്ടിലേക്ക് ഒരു ട്രാക്ടർ റാലി നടത്തി. ഏത് കർഷകരെ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. പ്രിയപ്പെട്ട മുമ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് നടത്തുന്ന രണ്ട് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകണം. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ജനസഭ. അവസാന അരമണിക്കൂറിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ഇടവേള കൂടി ഉടൻ കൽപ്പറ്റയിലെ ജനസഭ അവസാന അരമണിക്കൂറിലേക്ക് പോവുകയാണ്. ചർച്ച ചൂടുപിടിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ചോദിക്കൂ. എനിക്ക് ചോദിക്കാവുന്നത് BJPയുടെ പ്രതിനിധികളാണ്. കാരണം രാജ്യത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പരിണാമ ചർച്ചവും അതുപോലെ തന്നെ ബാബരി മസ്ജിദ് പൊളിച്ചതും എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മാണം ആണ് ഇപ്പോൾ അജണ്ടയായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. ഏത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടെ, ഇത്തരത്തിലുള്ള അതായത് ഞങ്ങൾ പഠിക്കേണ്ട ഏകകോശ ജീവിയിൽ നിന്നും ബഹുകോശ ജീവി ഉണ്ടായി. അതിനുശേഷം ഒരു ജീവൻ ഭൂമിയിൽ ജീവൻ ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന മനുഷ്യരുണ്ടായി എന്ന് പഠിക്കുന്നതിന് പകരം ആരോ ഏതോ രീതിയിൽ കണ്ടുപിടിച്ച, അതായത് നിങ്ങൾ എഴുതി വെച്ച അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ മാത്രം കാണപ്പെടുന്ന തികച്ചും രൂപങ്ങൾ നൽകിയ ഒരു ജീവന്റെ ഭാഗമായി നിങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള കളിമണ്ണിന് ദൈവങ്ങൾ ജീവൻ നൽകി എന്നതിന്റെ ഭാഗമായി മനുഷ്യന് ജീവൻ ഉണ്ടായി, ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തികച്ചും ഇത് ഏതൊരു എന്താണ് ഇതിന്റെ സെൻസ് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒന്ന് ഇപ്പോ BJPന്റെ പ്രതിനിധി വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് മനുഷ്യന്റെ നിങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യന് കളിമണ്ണ് കൊണ്ട് ജീവൻ നൽകുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യൻ കളിമണ്ണ് കൊണ്ട് എങ്ങനെ ജീവൻ നൽകുക? നമ്മൾ പഠിക്കേണ്ട പരിണാമ ചരിത്രങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് തികച്ചും മനുഷ്യത്വരഹിതമായ, അതായത് നിങ്ങൾ ചോദ്യം ഒന്ന് ചുരുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലേ. മനസ്സിലായി. അദ്ദേഹത്തിന് ഉത്തരം പറയും. പാഠ്യപദ്ധതി ഒരു വിദ്യാർത്ഥിയുടെ BJPയുടെ ഏത് രീതിയിൽ അങ്ങനെ പോവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ചോദിച്ചല്ലേ, ചോദ്യത്തിന് മറുപടി പറയട്ടെ എന്ന്. എന്ത് ചോദ്യം പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. അത് ശരിയല്ല. പ്രസംഗം വേണ്ട. ചോദ്യം ഇല്ല പ്രസംഗം വേണ്ട. നിങ്ങൾ പറ ഇത് കേൾക്കില്ല. പ്രസംഗം വേണ്ട. ഇല്ല പ്രസംഗം വേണ്ട. താങ്കൾ ഇതൊന്ന് കട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ പറയൂ. താങ്കളുടെ ചോദ്യം ഇങ്ങനെയുണ്ടോ? ഒരു മര്യാദ ഇല്ലേ? മറുപടി. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പ്രസംഗിച്ചാൽ ചോദ്യം ചോദിക്കാം. പ്രസംഗം വേണ്ട. മറുപടി. എന്റെ ബേക്കിട്ട് കയറേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് ഗോപിനാഥ് മറുപടി. നിങ്ങളുടെ പാഠ്യ പുസ്തകങ്ങളിൽ വർഗീയവൽക്കരണം നടത്തുന്നു, അതാണ് ചോദ്യം. പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ആദ്യത്തെ എന്നോട് ചോദ്യം ഉന്നയിച്ച സുഹൃത്തിനോട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആദ്യ പ്രതിയിലെ ആദ്യത്തെ പേജിന്റെ ഫോട്ടോ ആരുടേതാണ് എന്ന് അറിയാമോ? അത് ശ്രീരാമചന്ദ്രന്റെ ചിത്രമാണ്. അത് നെഹ്റുവും പട്ടേലും ശ്രീരാമങ്ങളോ? അത് വർഗീയവാദമാണോ? മറുപടി പറയണം. ശ്രീരാമങ്ങളല്ലോ. മൈക്കിലൂടെ മറുപടി പറയല്ല പ്ലീസ്. ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ജവഹർലാൽ ശ്രീരാമൻ BJP ആണെന്ന് ആരാ പറഞ്ഞേ? ശ്രീരാമൻ BJP ആണെന്ന് ആരാ പറഞ്ഞേ? ശ്രീരാമൻ എപ്പോഴാ RSS
BJP ആയത്? അത് ഇവിടെ വക്കീലെ. മറുപടി പറയട്ടെ. ശ്രീരാമൻ ശ്രീ BJP ഹാരിസ്, ആണെന്ന് ഹാരിസ്. എവിടുന്നാ പറഞ്ഞത്? അത് നിങ്ങൾ കടന്നുകൊണ്ടുപോവുക. മറുപടി പറയട്ടെ. ശ്രീരാമൻ BJP അല്ല. ഭരണഘടനയുടെ നിങ്ങൾക്ക് എവിടുന്നാ ശ്രീരാമനെ കിട്ടിയത്? കണ്ടു നോക്കണം ഭരണഘടന എന്താണ് എന്ന്. നിങ്ങൾ ബഹളം വെച്ച് അദ്ദേഹത്തെ നിശബ്ദനാക്കരുത്. ദയവ് ചെയ്ത് പ്ലീസ്. അഡ്വക്കേറ്റ് ഗോപിനാഥ്, യെസ് പറയട്ടെ. താങ്കളൊന്ന് ഇരിക്കും. താങ്കൾ തുടങ്ങിയ മുതൽ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്ന എങ്ങനെയാ? ഹലോ, ഇരിക്കേ. ഇതൊന്നും കേൾക്കുന്നില്ല. എന്ത് ചോദ്യം? ഇരിക്കേ. ഒരു മര്യാദയില്ലേ? ഇതിനൊക്കെ ഒരു മര്യാദയില്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ചുമ്മാ ബഹളം വെക്കാണോ? മറുപടി പറ. ഇരിക്കേ. മിണ്ടാതിരി. ഇന്ത്യൻ ഭരണഘടന മറുപടി പറയട്ടെ. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. ചുമ്മാ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അസ്വസ്ഥനൊന്നുമല്ല. ബഹളം വെച്ച് നിശബ്ദനാക്കാൻ ശ്രമിക്കരുത്. പറയൂ. ശ്രീരാമചന്ദ്രന്റെ പാഠഭാഗം ഇന്ത്യ രാജ്യത്തിലെ ഏത് പാഠപുസ്തകത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഈ നരേന്ദ്രമോദി പാഠഭാഗം ഉൾപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? ഏത് ആരുടെ പാഠ്യപദ്ധതി വർഗീയവൽക്കരിച്ചു എന്ന് കാണിക്കാൻ പിന്നെ എന്താ പറഞ്ഞത്? രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ 500 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ചരിത്ര സംഭവമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തെറ്റുണ്ടോ? എന്താ തെറ്റതിലുള്ളത്? അതൊരു ചരിത്ര സംഭവമാണ്. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീരാമചന്ദ്രന് വേണ്ടിയുള്ള ക്ഷേത്ര നിർമ്മാണം അതൊരു ചരിത്ര സംഭവമാണ്. ഒരു സംശയവുമില്ല. നാളെ നിങ്ങളുടെ മക്കൾ പഠിക്കും ആ ചരിത്രത്തെ കുറിച്ച്. ഓക്കെ. ജനസഭയിൽ ഒരു മര്യാദ പാലിക്കണം. ഒരാളോട് ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹത്തെ മറുപടി പറയാൻ അനുവദിക്കാതെ ആർത്ത് വിളിക്കുക. ഒരു മര്യാദയില്ല. അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ഞാൻ ആരെയും മര്യാദ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഒരാളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന മറുപടി കേൾക്കാനുള്ള മാന്യത, മര്യാദ കാണിക്കണം. അടുത്ത ചോദ്യം. ചുമ്മാ ബഹളം വെച്ച് അലങ്കോലപ്പെടുത്താൻ കുറെ പേരുണ്ട്. ഒന്ന്, ഈ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കോട്ടും ഒക്കെ നടന്നത് വയനാട്ടുകാർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ ഫാസിസ്റ്റ് സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി എതിരാണ് രാഹുൽ ഗാന്ധി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധി പഴംപൊരി എന്നൊക്കെ ഇവിടെ പറയണ്ടായിരുന്നു. എന്തായാലും അണ്ടിപ്പരിപ്പ് പാലിട്ടിട്ടല്ലോ തിന്ന്, അതന്നെ ഒരു സമാധാനം. പഴംപൊരി ഒക്കെ നാട്ടുകാരെ സാധാരണക്കാരന്റെ പീടിയാണല്ലോ. മോൻസന്റെ അടുത്ത് താടി നന്നാക്കാൻ പോയിട്ടില്ല. അല്ല, ഒരു മിനിറ്റ് പറയാൻ കുറേ ഉണ്ട് അവിടേക്ക്. ഒരു മിനിറ്റ്. BJP കാരനോടാണ് ചേട്ടാ ഒറ്റ ചോദ്യം. നിങ്ങൾ ഞാൻ പണിയില്ലാതെ നടക്കുന്ന ആളുകളെ ഒരു മിനിറ്റ് ആരിസ് ഖാനോട് വെറുതെ ചോദ്യം ചോദിച്ചാ ഇവര് റഷ്യത്തെ കഥയൊക്കെ പറയും. ആനാന്ന് ചോദിച്ചാൽ ആട് എന്ന് പറയരുത്, ആന എന്നെ പറഞ്ഞു തരണം എന്നൊക്കെ സാധനം പറയാനുള്ളൂ. ആ കുട്ടി ചോദിച്ചതിനൊന്നല്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രീരാമനെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. വക്കീലെ, നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് പറഞ്ഞു. കേൾക്കി, നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് പറഞ്ഞിട്ട് BJP ഇവിടെ നിന്നുള്ള അഴിമതിക്കാർ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുത്ത CBI-യും NIA-യും മറ്റു സാധനങ്ങളൊക്കെ കേസ് പിൻവലിക്കണം. നിങ്ങൾക്ക് അതിന്റെ ഒരു നിലപാട് പറയാൻ പറ്റും? CA എന്ന നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിപ്പം CBI? ഞാൻ ചോദിക്കട്ടെ എന്റെ സുഹൃത്തെ ഒരു കാര്യം ഈ പറഞ്ഞ CBI നിങ്ങൾക്ക് ഇത്രയധികം ഹറാമുള്ള ഒരു സാധനമാണ് എങ്കിൽ ഇവിടെ വയനാട്ടിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചപ്പോ നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയ CBI ആണ്. CBIയുടെ നിഷ്പക്ഷതയാണ് അതിന് തെളിവാകുന്നത്. മൈക്കിലൂടെ മറുപടി പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ BJP-യിലേക്ക് വന്നപ്പോൾ കേസ് മായ്ച്ചു കളയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. കേസ് ആരാ മായ്ച്ചു കളയുന്നത്? തെളിവില്ലെങ്കിൽ കേസ് പോകും. അത് BJP അല്ല, അത് BJP ചെയ്യുന്നതല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഒന്ന് എഴുന്നേക്ക്. ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് എഴുന്നേക്ക്. അല്ല, ഒരു മിനിറ്റ്. അദ്ദേഹം നേരത്തെ ചോദിച്ചാണ്. ഒരു മിനിറ്റ് പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക സാർ. വന്നിട്ടുള്ള 3 രാഷ്ട്രീയ പ്രതിനിധികളോടും ഒരു മാധ്യമ പ്രവർത്തനായിട്ടുള്ള അനിൽ നമ്പ്യാരും കൂടി ശ്രദ്ധയിലേക്കാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ വയനാട് മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ടുള്ള 200-250 ആൾക്കാരേ ഉള്ളൂ. ഇവിടെ മനസ്സമാധാനമായി ജീവിക്കാനും പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവർക്ക് സമാധാനപരമായി സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം വയനാട് ജില്ലയിലും ഇന്ത്യയിലും ഉണ്ടാക്കുക എന്നുള്ളൊരു ശ്രമം നിങ്ങൾ നടത്താനുള്ള ശ്രമം ഭരണത്തിൽ ആരും വന്നോട്ടെ അതിനുള്ള ശ്രമം 3 രാഷ്ട്രീയ പ്രതിനിധികളും അനിൽ നമ്പ്യാർ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഈ അടുത്ത് ഞാനൊരു ചാനലിൽ കണ്ടിരുന്നു. ഡൽഹിയിലൊക്കെ പോയിട്ട് അതിനുള്ള അവിടെ ചർച്ച നടത്തി ഈ ശ്രമം ഒന്ന് നടത്തി
നിങ്ങൾ പെൻഷൻ കൊടുത്തോളൂ, രോഗികൾക്ക് ശമ്പളം കൊടുത്തോളൂ. ചോദ്യമുണ്ടോ പ്ലീസ്? ഇങ്ങനെ ഇതിനുള്ള ശ്രമം ആര് ഭരണത്തിൽ വന്നാലും കേന്ദ്രത്തിലേക്ക് ഇതിനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ അത് ഓക്കെ, അടുത്ത ചോദ്യം പ്ലീസ്. അതെ, വയനാടിന് ചോദ്യം അത് രാത്രി യാത്രാ നിരോധനം വന്നിട്ട് 15 കൊല്ലായി. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തില്, കർണാടകയില് കോൺഗ്രസ് അധികാരത്തില്, ഈ സമയങ്ങളിൽ 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയ ഒരു പ്രശ്നം 15 വർഷമായിട്ട് നീട്ടിക്കൊണ്ട് ഇപ്പൊ കർണാടകയില് കോൺഗ്രസിന്റെ ഭരണോ, ഇവിടെ MP രാഹുല്. അപ്പൊ ഇത് പരിഹരിക്കാൻ ഇത് എളുപ്പം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു. പിന്നെ വനം വന്യജീവി നിയമം അത് 1972 അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ നിയമം നടപ്പിലാക്കിയത്. അതിന്റെ പരിണത ഫലമാണ് ഇപ്പം BJP ഗവൺമെന്റ് അത് പെട്ടെന്ന് നിർത്താളാക്കാൻ പറ്റൂല. കേരള ഗവൺമെന്റിന് ഈ കേന്ദ്ര നയത്തിന് എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? പിന്നെ ഇവിടുത്തെ കേരളം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങള്, കേരളത്തിൽ നിന്ന് 20 MP പോകുമ്പോൾ ഒരു പ്രതിരോധമായിട്ട് ഉരുക്ക് മുതലായി നിൽക്കാൻ പറ്റിയ 20 തൻ്റെ ഉള്ള MP ഇടതുപക്ഷത്തിന്റെ MP കേന്ദ്രത്തിൽ പോകണം. അല്ലാണ്ട് ഇവിടുന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 19 ആളിൽ പോയി തെരഞ്ഞെടുത്ത കോൺഗ്രസിന്റെ UDFന്റെ MP പോയിട്ട് അവരാകെ ഓല പ്രശ്നങ്ങള്, ഈ അവിടെ മസാല ദോശ കിട്ടിയില്ല, നെയ്റോസിന് ഉഴുന്നുവട കിട്ടിയില്ല, അതായി ഓല പ്രശ്നങ്ങള്. പിന്നെ ഇവര് ഈ പ്രശ്നങ്ങൾ ഇവരാകെ ഉപയോഗിച്ച എന്താ? കേരളം ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, കേരളം വികസിക്കരുത്, ഇതാണ് ഇവരെ ആവശ്യം. അതോ ഇവര് കേരളത്തില് കോൺഗ്രസിൽ തൂത്തെറിയണം, ഒറ്റ സീറ്റും ജയിപ്പിക്കുക. പറഞ്ഞ വിഷയത്തിലൊന്ന് പറയാണ്ട്, പറഞ്ഞ വിഷയത്തിൽ ഒരു ചോദ്യത്തിന് ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിൽ ഒരു വിഷയം പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞ ഉണ്ട് കേരളത്തിൽ നിന്ന് UDFന്റെ 18 MP കേന്ദ്രത്തിൽ MP പോയിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ പെൻഷൻ അടക്കം കൊടുക്കാനുള്ള 58,000 കോടി രൂപ ഈ കേരളത്തിന് കിട്ടാനുണ്ടായിരുന്നു. ഈ കേരളത്തിലെ പോലെ നഗരസഭാ കൗൺസിലർമാരടക്കം ഇരിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 13,000 കോടി രൂപ, അത് അടക്കമുള്ള ഫണ്ടുകൾ, സ്കൂൾ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള, അവർക്ക് കൊടുക്കാനുള്ള പൈസ, ഇവിടെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരത്തിന്റെ അതിന്റെ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ തടഞ്ഞു വെച്ചു. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായ സമയത്തും ഈ MP ഈ കേരളത്തിന് വേണ്ടി ഒരക്ഷരം വേണ്ടിയില്ല. ആ സമയത്ത് ഓരെന്താ ചെയ്തറിയോ? മറിയാമ്മ ചേട്ടത്തിനെയും കൊണ്ട് ചട്ടി എടുക്കുക. ഇപ്പൊ ചട്ടി കൊണ്ട് സ്വന്തം നടക്കുക അവസ്ഥയിലേക്ക് എത്തി. മറിയാമ്മ ചേട്ടത്തിനെ കൊണ്ട് ചട്ടി എടുത്ത് ഇപ്പൊ പെൻഷൻ 3 കോടി കൊടുത്തു. പക്ഷെ പെൻഷൻ 3 കോടി ചട്ടി കൊണ്ട് നടക്കുന്ന ആരാന്നറിയോ? കോൺഗ്രസ്. സംസ്ഥാനത്ത് ഇപ്പൊ MMS കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നത് നമ്മളെല്ലാരും കണ്ടല്ലോ. ചട്ടി എടുത്ത് നടക്കുക. പക്ഷെ അവിടെ പറയുന്ന ഒരു വിഷയം, കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തെ ഈ രീതിയിൽ ഈ സംഘപരിവാരത്തിന്റെ ഫാസിസത്തിന് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ കേരളത്തെ വേട്ടയാടുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്ത് തലങ്ങും വിലങ്ങും യാത്ര നടത്തിയെന്നും ഇവിടെ വിനയം പറഞ്ഞു. പക്ഷെ ഈ കേരളത്തിന് വേണ്ടി എന്തു ശബ്ദിച്ചു രാഹുൽ ഗാന്ധി? വയനാട് ജില്ലയിൽ വന്നിട്ട് തരിയോട് പഞ്ചായത്ത് പോയിട്ട് ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു, 4 ആംബുലൻസ് കൊടുത്തതും, ഏതൊരു ആശുപത്രിക്ക് പോയിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും, ഏതോ മാർവാടി കൊടുത്ത സാരി വിതരണം ചെയ്തതും അല്ല ഇവിടെ പറയേണ്ടത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് എത്ര തവണ പാർലമെന്റിൽ പോയി, ആ പാർലമെന്റിനകത്ത് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, ഇവിടെ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടി സാധിക്കും. എത്ര ചോദ്യം ചോദിച്ചു? 1973 ഈ പറയുന്ന വനം നിയമം, അത് കടുവ നാട്ടിലിറങ്ങിയ മനുഷ്യനെ കൊല്ലും, അതുപോലെ തന്നെ ആന നാട്ടിലിറങ്ങിയിട്ട് മനുഷ്യനെ കൊല്ലുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ വന നിയമത്തിനകത്ത് കാതലായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു ക്ലിപ്പ് ഈ വയനാട്ടിലെ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു കാര്യം, രാത്രികാല ഗതാഗത നിരോധനം, കുറെ നേരം പറഞ്ഞല്ലോ, രാത്രികാല ഗതാഗത നിരോധനം ആരാ ഇപ്പൊ ഭരിക്കുന്നത്? സിദ്ധരാമയ്യല്ലേ? രാഹുൽ ഗാന്ധി MP അല്ലേ? AICC അംഗല്ലേ? ഒന്ന് കർണാടക ഗവൺമെന്റ് ഒന്ന് കനിഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രികാല ഗതാഗത നിരോധനം ഇല്ലാതെയാക്കാം. ചോളത്തണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തടഞ്ഞവരാ കർണാടക ഗവൺമെന്റ്. ഇവിടെ രാഹുൽ ഗാന്ധി ആർക്കാ കത്തെഴുതി അറിയോ? എല്ലാ തരത്തിലും വയനാട്ടുകാർക്ക് ഒരു ബാധ്യത. ഉണ്ടംപൊരി നിന്ന കാര്യം പറഞ്ഞല്ലോ. വയനാട്ടിലേക്ക് വരുന്ന ദിവസം ഉണ്ടംപൊരിയുടെ കടയല്ലാതെ ഇവിടെയുള്ള ഒരു കട തുറക്കാൻ പറ്റുമോ? ഒരു ഓട്ടോറിക്ഷക്കാരന് ഓടാൻ പറ്റുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചാര സ്വാതന്ത്ര്യം തടയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു?
ആരിസേ കേന്ദ്രത്തിൽ അഥവാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കൈപൊക്കേണ്ടവരാണ്, അത് മറക്കരുത്. രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ചിട്ടേ പ്രധാനമന്ത്രിയാകുള്ളൂ. അത് മാത്രമല്ല, ഈ കോൺഗ്രസ് ഇങ്ങളെ അങ്ങനെ പറയണ്ട. ഈ ഞാൻ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനേക്കാൾ അംഗബലം ഉണ്ടാകുന്ന MP-മാരുണ്ടാകുന്ന സംഘടനകൾ വേറെയും ധാരാളമുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ആരാ പറഞ്ഞത്? കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോ ഈ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഈ തവണ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആരും കാണുന്നില്ല. ഈ തവണ ഈ രാജ്യത്ത് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയിൽ പല കക്ഷികളുമുണ്ട്. ഈ കോൺഗ്രസിനേക്കാൾ നന്നായിട്ട് സംഘപരിവാർ ഫാസിസത്തെ തകർക്കാൻ കഴിയുന്ന പല സംഘടനകളും ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കകത്തുണ്ട്. അതിനെ എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയില്ല. വിനയന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ഇടവേള കൂടി ഉടൻ തിരിച്ചെത്താം. യെസ്, കൽപ്പറ്റ ജനസഭ 15 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വിനയൻ മറുപടി ഒന്ന് ചുരുക്കിയാൽ കൊള്ളാം. ഇരിക്ക് പെട്ടെന്ന്, അതിനുശേഷം ചുരുക്കുന്നത് ഇവിടെ ഇത്ര നേരം ഇവർ കൊടുത്തതിന്റെ ഒരു പ്രശ്നം ഒരു ഭാഗത്ത്, അതുകൊണ്ട് ചുരുക്കണം എന്ന് പറയരുത്. ഒന്ന്, കേരളത്തിൽ നിന്നും ജയിച്ചു പോയ കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിന്റെ അകത്ത് ഏത് വിഷയത്തിലാണ് ഇവർക്ക് കോൺഗ്രസിന്റെ MP-മാരുടെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞോളൂ. അഭിപ്രായങ്ങളും ഇടപെടലുകളും ഉണ്ടാവില്ല എന്ന് പറയുക. പാർലമെന്റിൽ എത്ര ദിവസം പോയി? പാർലമെന്റിൽ പോയ ദിവസങ്ങളിൽ പാർലമെന്റിൽ പോയ ദിവസങ്ങളിൽ എന്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഹാരിസ ഈ ചർച്ച അലമ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിത് മൈക്ക് താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും ഇത് അലമ്പാക്കും. ഹാരിസ് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ അലമ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ചർച്ച ഇനി അലമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചൗക്കീദാർ ചോർ ഹേ എന്ന് ചോദിച്ച MP വയനാടിന്റെ MP ആണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിനകത്ത് സജീവമായ സാന്നിധ്യത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങളിവിടെ CAA കുറിച്ച് പറഞ്ഞല്ലോ. ഒരു ഭാഗത്ത് പ്രകാശ് കാരാട്ടും ഒരു ഭാഗത്ത് സീതാറാം യെച്ചൂരിയെ നിർത്തിക്കൊണ്ട് CAA-ക്കെതിരെ പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പടം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മറന്നുപോയിട്ടുണ്ടാവില്ല. അതേ CAA-യിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറഞ്ഞത് ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ CAA ഉൾപ്പെടെ NIC ഉൾപ്പെടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഭേദഗതി ഉൾപ്പെടെ BJP ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയെടുത്ത ജനാധിപത്യ വിരുദ്ധവും ഭരണഘടന വിരുദ്ധവുമായ പ്രകടന പത്രികയിലുണ്ട്. കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ട്. ഇപ്പൊ പുറത്തിറക്കിയ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ പാർലമെന്റ് പാസാക്കിയ എല്ലാ നിയമങ്ങളും പുനഃപരിശോധിക്കുകയോ റദ്ദു ചെയ്യുകയോ ചെയ്യുമെന്ന് കൃത്യമായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട്. അത്തരത്തിൽ പിന്നെന്താ CAA NIC IPC-യുടെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിങ്ങൾ എന്തിനാ CAA മാത്രം പറയുന്നത്? ഭരണഘടനാ വിരുദ്ധവും CAA കുറിച്ച് പറയുന്ന ഹാരിസിന്റെ പാർട്ടി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ 151 UAPA കേസുകൾ എടുത്ത പാർട്ടിയാ പറയുന്നത്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർക്കും പറയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി 151 UAPA കേസുകൾ ചാർജ് ചെയ്തിട്ട് ഒരെണ്ണം പോലും ഈ നിമിഷം വരെ പിൻവലിക്കാത്തവരാണ്. ഇവിടെ ന്യൂനപക്ഷ പ്രേമം പ്രസംഗിച്ച് CAA-ക്കെതിരെ സംസാരിച്ചുകൊണ്ട് വരുന്നത്. ഇവരുടെയൊക്കെ
മനസ്താപവും ഇവരുടെയൊക്കെ യഥാർത്ഥ മനസ്സും എന്താണ്? ഇവരൊരു നെറേറ്റീവ്, ഇവർ ഇന്ത്യയിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ബി ജെ പി ഒരു ഭാഗത്ത് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചേട്ടാ തുടങ്ങിയതല്ലേ, ഇത് തുടങ്ങിയപ്പോ ആരംഭിച്ചതല്ലേ, അല്പസമയം വിശ്രമിക്ക്. ഈ ചർച്ച തുടങ്ങിയപ്പോ തുടങ്ങിയതല്ലേ, അല്പസമയം വിശ്രമിക്ക്. എനിക്ക് 2 പോയിന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ ഇന്ത്യൻ ഞാൻ പെട്രോളും ഡീസലും ഒക്കെ പറഞ്ഞിട്ട് പോകാം, എനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രിക മുസ്ലിം ലീഗിന് വേണ്ടിയുള്ള പ്രകടന പത്രികയാണ്. അതിനുശേഷം രാജ്യത്തുണ്ടാക്കിയത് ഈ വയനാട്ടിൽ, ഈ കേരളത്തിൽ ക്ഷമയോടെ കാത്തു നിന്നു. ഇനി ആരിസിന്റെ ആദ്യം നടക്കില്ല. ഞാൻ കുറെ നേരം ഇന്നലെ കർണാടകയിൽ 2 ദിവസം മുമ്പ് കർണാടകയിൽ കേരളത്തിന്റെ ഞാൻ ബി ജെ പിയെ കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്തു. ആ വിഷയം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെക്കുറിച്ചും പറയുമ്പോൾ പിണറായി വിജയനെ നിങ്ങൾ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഈ രാജ്യത്തെ ഒന്നും മനസ്സിലാവില്ല. പ്രധാനമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. രാഹുൽ പ്ലീസ് സംസാരിക്ക്. ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. എന്നെ ഇതിന് നിർബന്ധിച്ചതാണ് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നു. ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പറയുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന് വേണ്ടി തയ്യാറാക്കിയതാണ്. കർണാടകയിലെ രാമനഗരയിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റിൽ മത്സരിക്കുന്നത് ലക്ഷറി തൊയ്ബയോടൊപ്പമാണ്. പാകിസ്ഥാന്റെ പതാകയെ ഇന്ത്യൻ പതാകയോട് ചേർത്ത് കെട്ടിയാണ് മത്സരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് ഇത്തരത്തിലൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നീങ്ങുകയാണ്. അത്തരം പ്രതിരോധിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അതിന് എണ്ണയൊഴിച്ച് അത് ആളിക്കത്തിക്കാനുള്ള സമീപനമാണ് കേരളത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പതാക ഇത് പാകിസ്ഥാന്റേതാണ്, ഇത് ലഷ്കർ ഇ തോയ്ബയുടേതാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഭയന്നിട്ട് ഈ പതാകയും കൊണ്ട് ഇവിടെ പ്രകടനം നടത്തണ്ട എന്ന് പറഞ്ഞ പതാക ലീഗുകാരനെ കൊണ്ട് സങ്കടത്തോടെ ഒരു ചോദ്യം വിനയനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം, ഈ നിലക്ക് ലീഗിന്റെ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ ഏതെങ്കിലും തീവ്രവാദിയാണ് എന്ന് മോദി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിറക്കി വിടും. അതിനെ സംരക്ഷിക്കാൻ കഴിയണ്ടേ? സ്വന്തം മുന്നണിയിലുള്ളവരെ സംരക്ഷിക്കാൻ സാധിക്കണ്ടേ? സ്വന്തം മുന്നണിയിലുള്ളവരെ സംരക്ഷിക്കാൻ സാധിക്കണ്ടേ? സ്വന്തം മുന്നണിയിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി കെട്ടി നടത്തി ചർച്ച അവസാനിപ്പിക്കാൻ സമയം ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറുക. പിന്നെ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ചർച്ച അവസാനിപ്പിക്കാൻ സമയം. എങ്കിലും ഈ കൽപ്പറ്റയിൽ നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ഈ സദസ്സിലുള്ള ആരെങ്കിലും ചോദിക്കും, ഒരു വിദ്യാർത്ഥിയെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു, ആൾക്കൂട്ട മർദ്ദനം, അതിനെക്കുറിച്ച് ഒരാൾക്ക് പോലും ചോദിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കണം. ഹാരിസ് സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം ഇപ്പോ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നു, CBI എത്തിയിരിക്കുന്നു. വയനാട്ടിലെ വോട്ടർമാർ ആ വിഷയം കൂടി ചർച്ച ചെയ്യില്ലേ? വിഷയമുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം SFI-യും നിലപാട് പറഞ്ഞതാ.
ഈ പറയുന്ന കേസിൽ ഒരു പ്രതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM-ഓ ഇടതുപക്ഷമോ കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കില്ല എന്ന് വളരെ കൃത്യമായി ഈ കേസ് നിങ്ങളുടെ CBI ആണ് അന്വേഷിക്കുന്നത്. CBI അന്വേഷിക്കട്ടെ. CBI ആരൊക്കെ പ്രതികളെന്ന് കണ്ടെത്തട്ടെ, അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് കണ്ടെത്തട്ടെ. വളരെ കൃത്യമായി അങ്ങനെയൊന്നും ഭയക്കുന്നവരല്ല SFI-യും ഇടതുപക്ഷവും CPM-ഉം. വളരെ കൃത്യമായി ഈ വിഷയത്തിനകത്ത് നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത് CBI-ക്ക് കൈമാറാൻ വേണ്ടി തയ്യാറായത്. ഈ കോൺഗ്രസ്സുകാർ പറയുന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് CPM. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട്. യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ആളുകൾ ആ ദുരൂഹ മരണത്തിൽ രാജ്യത്ത് നടന്ന ദുരൂഹ മരണം നടത്താൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് FIR പോലും റീ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നോ? FIR-ൽ പോലും തിരുത്തൽ വരുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റാണ് കൈമാറിയത്. കൃത്യമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിനകത്ത് വളർന്നു വന്ന സാഹചര്യം അറിയുന്നത് കൊണ്ടാണ്, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ SFI നടത്തിയ സേവനം അറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കേസിനകത്ത് SFI-യെ ബാധിക്കുന്ന ഒരു വിഷയവുമില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ കേസ് CBI-ക്ക് കൈമാറാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കോ നിങ്ങൾ. ഏജൻസിയെ കണ്ട SFI-ക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മറ്റു ഇതര വിദ്യാർത്ഥി സംഘടനകളെയും കായികമായി നേരിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു കലാലയത്തിൽ 3 ദിവസമായി ഒരു ചെറുപ്പക്കാരന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ SFI-യുടെ യൂണിയൻ ചെയർമാൻ അടക്കം ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ SFI നേതാക്കളുടെയും നേതൃത്വത്തിൽ ക്രൂരമായ വിചാരണ നേരിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരന്റെ മരണം പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് എത്തുന്നതിന് മുമ്പ് പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസ് എത്തുന്നതിന് മുമ്പ് കിടക്കുന്ന മൃതദേഹം എല്ലാ കുറ്റവാളികൾക്കും രക്ഷിക്കാനുള്ള അധികാരം ഉപയോഗിച്ച് ഒതുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഈ നിയോജക മണ്ഡലത്തിന്റെ മുൻ MLA-യുമായ CK ശശീന്ദ്രൻ DYSP-യെയും അതോടൊപ്പം മജിസ്ട്രേറ്റിനെയും ഭീഷണിപ്പെടുത്തി ആ കേസ് തേച്ചു മാച്ച് കളയാൻ പലകുറി സമരം നടത്തിയിട്ട് പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ആ അച്ഛനും അമ്മയും പരസ്യമായി സമരത്തിന് തയ്യാറായി. CBI-ക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾക്ക് ശേഷം വീണ്ടും അതിന്റെ കടലാസുകൾ അയക്കാതെ വീണ്ടും ആ കേസ് ഒതുക്കി തീർക്കാൻ സ്വന്തം പാർട്ടിക്കാരെ സഹായിക്കാൻ അവസരം കൊടുത്തതിന് ശേഷം പല രീതിയിൽ പല കോണുകളിൽ നിന്നും ഞാൻ നിരാഹാരം കിടക്കുമെന്ന് ഒരമ്മ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് CPM-ന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗം കൂടിയായ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീറും വാശിയും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കൽപ്പറ്റയിലെ ജനസഭ ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാണാം. നന്ദി, നമസ്തേ.